അസ്സലാമു അലൈക്കും. ഫാത്തിമ പൊന്നൂസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശേഷം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഉപ്പ വരുന്നത് സർപ്രൈസായിട്ട് ഉപ്പ വരുന്ന വീഡിയോ മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു. എല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഉപ്പ വന്നതിൻ്റെ ശേഷം ഉപ്പ വന്നതിൻ്റെ കാരണം ഒക്കെ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അനിയത്തിയുടെ കല്യാണമാണ്, അപ്പോൾ അനിയത്തിക്ക് സർപ്രൈസായിട്ടാണ് ഉപ്പ വന്നത്. കല്യാണത്തിൻ്റെ 2 ദിവസം മുന്നേ, 2 ദിവസം തേച്ചില്ല ആ സമയത്താണ് ഉപ്പ വന്നത്. അപ്പോൾ ഉപ്പ വന്നതിൻ്റെ ശേഷം കല്യാണത്തിൻ്റെ ഒരുക്കങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് ഇനിയുള്ള വീഡിയോയിൽ കാണാൻ പോണത് കേട്ടോ. ഉപ്പ വന്നതിൻ്റെ ശേഷമാണ് ഗോൾഡ് എടുക്കാൻ പോയതും അതുപോലെ കൊച്ചു കൊച്ചു വിശേഷങ്ങൾ, കല്യാണത്തിൻ്റെ തലേ ദിവസം ആയിട്ടുള്ള വിശേഷങ്ങൾ. ചെറിയതായിട്ടുള്ളൊരു കല്യാണം വീട്ടിൽ വെച്ചിട്ടായിരുന്നു കല്യാണം. അപ്പോൾ അതിൻ്റെ കൊച്ചു കൊച്ചു വിശേഷങ്ങൾ ചെറിയൊരു വീഡിയോയിലായിട്ട് ഇൻഷാ അള്ളാ കാണാം കേട്ടോ. എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണണം. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് വിശേഷങ്ങൾ കണ്ടാലോ. ഇത് ഉപ്പ പാടുന്നതാണ് കേട്ടോ. ഈ ഒരു പാട്ടിൻ്റെ ചെറിയൊരു ഷോർട്ടായിട്ട് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഷോർട്ട് എല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. മോള് കൂടെ ഇരുന്നിട്ട് ആടുന്നതും പാടുന്നതൊക്കെ ആയിട്ടുള്ള ചെറിയൊരു ഷോർട്ടായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് നമ്മൾ വീഡിയോയിൽ കേൾപ്പിക്കാത്ത എന്താ വെച്ച് കഴിഞ്ഞാൽ, പാട്ടായ കാരണം കോപ്പി റൈറ്റ് വരും. അത് കാരണം കൊണ്ടാണ് ഈ വീഡിയോൻ്റെ ഉപ്പ പാടുന്നത് കേൾക്കുന്നത് എന്താ പറയുക ഇടാത്തത്. അതിട്ടിട്ട് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ആ വീഡിയോക്ക് കോപ്പി റൈറ്റ് വരും. അത് കാരണം കൊണ്ടാണ് കേട്ടോ. കാരണം ചില പാട്ടുകളൊന്നും നമ്മൾ യൂട്യൂബിൽ വീഡിയോയിൽ ഇടാൻ പറ്റില്ല. അങ്ങനെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അത് കോപ്പി റൈറ്റ് വരും. അത് കാരണമാണ് അത് ഇടാത്തത് കേട്ടോ. ഉപ്പ നന്നായിട്ട് പാടും. ഇപ്പോൾ ചെറുപ്പം മുതലേ ഞങ്ങൾക്ക് പാട്ടൊക്കെ പാടി ഞങ്ങൾ കൂടെ കളിക്കും, ചിരിക്കും. അൽഹംദുലില്ലാ മാഷാ അല്ലാ, അതുപോലത്തെ ഒരു ഉപ്പാനെ കിട്ടിയത് ഞങ്ങളെല്ലാവരും ഭാഗ്യമാണ്. ഞങ്ങൾ 5 മക്കളാണ്, 4 പെൺകുട്ടികളും ഒരാണും. ഞാനാണ് കേട്ടോ മൂത്തത്. ഒരുവിധം നമ്മൾ ഓൾറെഡി എൻ്റെ സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ കാണുന്ന ആളുകൾക്ക് അറിയാം. പുതിയതായിട്ട് കാണുന്ന ആളുകൾക്കാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അനിയത്തിയുടെ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇൻഷാ അല്ലാ അപ്പോൾ പോവുകയും ചെയ്യും. അപ്പോൾ അതുവരെയുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെ ഇൻഷാ അല്ലാ ഞാൻ വീഡിയോ ഇടും കേട്ടോ. പിന്നെ ഉപ്പ വന്നതിൻ്റെ ശേഷം, കല്യാണം കഴിഞ്ഞതിൻ്റെ ശേഷമൊക്കെ ടൂറ് പോയതൊക്കെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. എല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് കല്യാണത്തിൻ്റെ തലേ ദിവസമാണ് കേട്ടോ. കല്യാണത്തിൻ്റെ തലേ ദിവസം പകലാണ്. അപ്പോൾ ഇതിൻ്റെ ഹസ്ബൻഡാണ്. ആൾക്ക് എൻ്റെ ആങ്ങള കൊടുത്തയച്ചതാണ് കേട്ടോ ഫോണ്. അപ്പോൾ അതിപ്പ എൻ്റെ അക്കാക്ക് കൊടുന്നിട്ട് കൊടുക്കുകയാണ്. ആൾക്ക് ഭയങ്കര സന്തോഷമായിട്ട്. ആളുടെ ഫോണ് ഫുള്ള് കേടായിട്ടുണ്ടായിരുന്നു. എന്താ പറയുക, പൊട്ടിപ്പൊളിഞ്ഞ അവസ്ഥയായിരുന്നു. അപ്പോൾ ഇക്ക അങ്ങനെ ആരോട് ചോദിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല, ഫോൺ കൊണ്ടുവരാനൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഇതുപോലെ ഇപ്പാൻ്റെ അടുത്ത് പറഞ്ഞു, അല്ല ബിലാൽ മോൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫോൺ അളിയൻ്റെ കേടം നിൽക്കണമെന്ന്. അപ്പോൾ ബിലാൽ മോന് ഇപ്പാൻ്റെ അടുത്ത് ഇപ്പോൾ വരുമ്പോൾ കൊടുത്തയച്ചതാണ് ഫോണ്. എന്തായാലും ആൾക്ക് നല്ല ഇഷ്ടപ്പെട്ട് സന്തോഷമായി. അപ്പോൾ ഞാനൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ, സന്തോഷമായാ? സന്തോഷമായി എന്ന് പറഞ്ഞിട്ട് ചിരിക്കുകയാണ് കേട്ടോ. അപ്പം എന്നെ അതൊക്കെ പൊളിച്ച് റെഡിയാക്കി കൊടുത്ത് അതിൻ്റെ കൂടൊക്കെ ഇട്ട് കൊടുത്ത് സ്വിച്ചൊക്കെ ഓണാക്കി കൊടുത്ത് സെറ്റാക്കി. ഇപ്പം അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. ഇനി ഇത് കുത്തി വെച്ചോന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം എന്നെ ഒക്കെ റെഡിയാക്കിയിട്ട് കൊടുത്ത്. എന്നിട്ട് ഇപ്പനോട് പറഞ്ഞ് റഷീദ് നല്ല സന്തോഷമായി എന്നൊക്കെ പറഞ്ഞു ഇപ്പനോട്. അങ്ങനെ ഫോണൊക്കെ കൊടുക്കൽ കഴിഞ്ഞതിൻ്റെ ശേഷം ഇവരെല്ലാവരും ഫുഡ് കഴിക്കായിരുന്നു കേട്ടോ. എല്ലാവരും പറയാൻ അങ്ങനെ പ്രത്യേകിച്ചില്ല. ഇക്കാകയും അതേപോലെ എൻ്റെ ഉപ്പയും പിന്നെ അവിടുത്തെ ഉപ്പയും കൂടിയിട്ട് 3 ആളും കൂടി ഭക്ഷണം കഴിക്കായിരുന്നു. വട്ടുള്ളിത്തപ്പാട്ടാ ഇപ്പോൾ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ പെണ്ണുങ്ങളിവിടെ കിടന്നിട്ട് ഫോണൊക്കെ കാണുന്നുണ്ട്. ഇവർ ഭക്ഷണം കഴിച്ചു. ഇപ്പം ഗൾഫിൽ നിന്ന് വരുമ്പോൾ മീനൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ കൂട്ടിയിട്ട് ഫുഡ് കഴിച്ച്. ഇത് മുർഷിമോളുടെ മോളാണ്. അപ്പോൾ ഭയങ്കര കരച്ചിലാണ് ആളുള്ളിൽ. അപ്പോൾ ഞാൻ കുറച്ച് നേരം പുറത്തു കൂടെ ഒക്കെ എടുത്തിട്ട് ഞാൻ നടന്നതാണ്. അതിൻ്റെ ഇടയിൽ മോൾട്ടിയും പൊന്നും കൂടിയിട്ട് എന്തൊക്കെ വർത്താനം പറഞ്ഞിട്ട് പുറത്തു കൂടെ നടന്ന് കളിക്കുന്നുണ്ട്. ചെറുതായിട്ട് പന്തലൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. പന്തൽ കുറച്ച് ആൾക്കാരുടെ പരിപാടിയാണ്. അപ്പോൾ ആണുങ്ങൾക്കൊക്കെ പുറത്തിരുന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പുറത്ത് പന്തലിട്ടിട്ടുണ്ട്. പെണ്ണുങ്ങളൊക്കെ ഉള്ളിലും ആയിരിക്കും ഉണ്ടാവുക. വീട്ടിലേക്കുള്ള ആൾക്കാരനെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ മെയിലാഞ്ചിയൊക്കെ എൻ്റെ മുർഷിമോൾ ഇട്ട് കൊടുത്താണ്. മുർഷിമോൾ മെയിലാഞ്ചി നന്നായിട്ട് ഇടും, എൻ്റെ 2ാമത്തെ അനിയത്തി. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഇനി ഉച്ചരിഞ്ഞു കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഗോൾഡ് എടുക്കാൻ പോവുകയാണ്. ഗോൾഡ് എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാനും കൊച്ചുമോളും മുർഷിമോളും മുബിയും കൂടിയിട്ട് പോവുകയാണ്. വീട്ടിൽ ഉമ്മയും ഞങ്ങളെ പാത്തുമുട്ടിയമ്മായി ഉണ്ട് കേട്ടോ. അങ്ങനെ അറഫയിലെത്തി. അവിടുന്ന് ഗോൾഡൊക്കെ സെലക്ട് ചെയ്യുകയാണ്. അപ്പോൾ ഐഷൂട്ടർ കുറച്ച് വികൃതികൾ കാര്യങ്ങൾ, ഓളെ കുറച്ച് മെനക്കാൻ കുറച്ച് പണിയാണ്. ഓൾക്കോളം ഉമ്മിനെ മാത്രമേ പറ്റുള്ളൂ, ഞങ്ങളെ ആരും പറ്റില്ല.
അപ്പം ഇങ്ങനെ വെറുതെ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും പിടിച്ച് നിർത്തിയാലൊക്കെ ഒന്ന് നിർത്തുള്ളൂ. കുറച്ച് പാട്ടൊക്കെ പാടി ആൾക്ക് ചിരിപ്പിച്ചാലാണ് ആൾ ചിരിക്കുള്ളൂ. അതും മുർഷി കൂടെ വേണം കേട്ടോ. ഞങ്ങളുണ്ടെങ്കിൽ അവളിങ്ങനെ കരഞ്ഞുകൊണ്ടേയിരിക്കും. അങ്ങനെയാണ് അവളുടെ സ്വഭാവം. ഞാൻ വെറുതെ ഫോട്ടോത്തൊക്കെ നോക്കി ചിരിപ്പിക്കുകയൊക്കെയാണ് കേട്ടോ അവളെ. അതിൻ്റെ ഇടയിൽ ഞാനും ഇപ്പിയൊക്കെ കുറച്ച് ഫോട്ടോസുകളൊക്കെ എടുത്തിട്ടാണ് മുർഷിയൊക്കെ കൂടിയിട്ട്. ആ ഫോട്ടോസുകളാണ് ഇത് കേട്ടോ. അങ്ങനെ അവിടുന്ന് ഗോൾഡ് എടുക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇക്കാക ഗോൾഡ് ആയിട്ട് വീട്ടിലേക്ക് കൊണ്ടുകൊടുക്കാനും പോയി. ഞാനും ഇപ്പം ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഉപ്പാക്ക് ഷർട്ട് എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതെടുക്കണം പറഞ്ഞിട്ട് പട്ടാമ്പിക്ക് കറുവത്തൂർ നേരെ പിന്നെ പട്ടാമ്പിയിലേക്ക് പോകാൻ കേട്ടോ. അവിടുന്ന് ഷർട്ട് കടയിൽ പോയിട്ട് ഷർട്ടൊക്കെ നോക്കി അങ്ങനെ സെലക്ട് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം രാത്രിയായി. ഞങ്ങൾ പറഞ്ഞു കല്യാണത്തിൻ്റെ തലേ ദിവസം നമ്മളിപ്പോൾ ഇങ്ങനെ കറങ്ങാൻ നടക്കുകയാണ്. അതിന് പ്രത്യേകിച്ച് വലിയ പരിപാടിയൊന്നും ഇല്ലാത്ത കാരണം അങ്ങനെ ആരും ഇല്ല. ഇപ്പോൾ പറഞ്ഞു സ്വർണ്ണമൊക്കെ എന്തായാലും വീട്ടിലെത്തിയല്ലോ, നമ്മൾ പതുക്കെ അങ്ങോട്ട് എത്തിയാൽ മതി പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഓരോ ഐസ്ക്രീമൊക്കെ മേടിച്ച് തിന്നിട്ട് വീട്ടിലേക്ക് എത്തിയിട്ടോ. നാളത്തെ കല്യാണത്തിൻ്റെ കുറച്ച് ചർച്ചകളൊക്കെ പറഞ്ഞിട്ട് ഇക്കാകയും വഹാബും ഉമ്മയും എല്ലാവരും കൂടി നിൽക്കുകയാണ് കേട്ടോ അത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് കല്യാണത്തിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം കേട്ടോ. ബായ്.